ഹലോ മക്കളെ, NIS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കുന്നത് ഹിസ്റ്ററി ചാപ്റ്റർ 24 ആണ്. ദ ഇൻ്റർ വാർ പീരീഡ് ആൻഡ് ദ സെക്കൻഡ് വേൾഡ് വാർ, യുദ്ധകാലഘട്ടവും അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധവും. അപ്പോൾ എന്താണ് യുദ്ധകാലഘട്ടം? അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചോ അതുപോലെ തന്നെ ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ റവല്യൂഷനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കോസസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഇതിലേക്ക് വേൾഡ് വാറിലേക്ക് നയിച്ച പാർട്ടികൾ ഫാസിസം, നാസിസം എന്നിവയെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ വാട്ട് വേർ ദ പ്രൊവിഷൻ ഓഫ് ദ ട്രീറ്റി ഓഫ് എ വേഴ്സ ഉടമ്പടി. അപ്പോൾ മക്കൾ കേട്ടിട്ടുണ്ടാവും വേഴ്സ ട്രീറ്റി എന്നല്ലേ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പര്യവസാനം 1914 ടു 1919 ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം അല്ലേ. അങ്ങനെ ആ കാലഘട്ടത്തിൽ അഥവാ 1919 ജൂൺ മാസത്തിൽ ഫ്രാൻസിലെ വേഴ്സായ് കൊട്ടാരത്തിൽ കൂടിയ സമാധാന ഉടമ്പടിയാണ് ഏത് പേരിലറിയപ്പെട്ടത്? വേഴ്സ ട്രീറ്റി എന്നറിയപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഫ്രാൻസിലെ വേഴ്സായ് കൊട്ടാരത്തിൽ ചേർന്ന ഉടമ്പടി അഥവാ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ലോക നേതാക്കൾ എന്ത് ചെയ്തു? വേഴ്സയിൽ സമ്മേളിക്കുകയും അതിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇതാണ് വേഴ്സ ട്രീറ്റി എന്നറിയപ്പെട്ടത്. അപ്പോൾ ഇനി ആ ട്രീറ്റിയിലെ വ്യവസ്ഥകളാണ് പറയുന്നത്. അപ്പോൾ നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയിലെ വ്യവസ്ഥകൾ ഈ സന്ധിയിലെ പ്രകാരം ഉത്തരവാദിയായിട്ട് അഥവാ യുദ്ധത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ആരുടെ മേലിൽ അടിച്ചേൽപ്പിച്ചോ? ജർമ്മനിയുടെ മേലിൽ അടിച്ചേൽപ്പിച്ചോ. അപ്പോൾ വേഴ്സ ട്രീറ്റിയുടെ ഒന്നാമത്തെ ഉടമ്പടി അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ജർമ്മനിയുടെ മേൽ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഉത്തരവാദിത്തം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ചു എന്നത്. ഈ സഖ്യത്തിലെ എതിർകക്ഷി മറ്റുടമ്പടി വ്യവസ്ഥകൾ പരിഗണിക്കുമ്പോൾ വേഴ്സ ഉടമ്പടി ജർമ്മനിക്ക് ഏറ്റവും സങ്കുചിതവും നിന്ദ്യവുമായ ബാധ്യതകളുണ്ടാക്കി. അപ്പോൾ ഈ വേഴ്സ ട്രീറ്റി പ്രകാരം ജർമ്മനിക്ക് ഏറ്റവും കഠിനമേറിയ ബാധ്യതകളാണ് അടിച്ചേൽപ്പിച്ചത്. 2 നഷ്ടപരിഹാരമായി ജർമ്മനി തന്നെ $33 ബില്യൺ നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ടു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റാണ് ജർമ്മനി യുദ്ധ നഷ്ടപരിഹാരമായിട്ട് എത്ര നൽകണം? $33 ബില്യൺ നൽകണമെന്ന് വ്യവസ്ഥ ചെയ്തു. കൂടാതെ ജർമ്മനി കൈവശപ്പെടുത്തിയിരുന്ന അൾസൈസ് ലൊറൈൻ പ്രദേശങ്ങൾ ഫ്രാൻസിന് തിരികെ നൽകാനോ ഇതിനു പുറമെ ജർമ്മൻ ആക്രമണങ്ങളാൽ ഫ്രാൻസിനുണ്ടായിരുന്ന നഷ്ടപരിഹാരമായി സാർ എന്ന ജർമ്മൻ കൽക്കരിഖനി 15 വർഷത്തേക്ക് ഫ്രാൻസിന് വിട്ടുകൊടുക്കാനോ വ്യവസ്ഥയുണ്ടാക്കി. അങ്ങനെ അപ്പോൾ എന്തൊക്കെയാണ് വ്യവസ്ഥകൾ? 1. യുദ്ധക്കുറ്റം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ചോ. 2. ഇതിനു പുറമെ ജർമ്മനിക്ക് മേൽ സങ്കുചിതമായ അല്ലെങ്കിൽ നിന്ദ്യവുമായ നിരവധി ഉടമ്പടികൾ ഒപ്പുവെക്കപ്പെട്ടോ. 3. നഷ്ടപരിഹാരമായി ജർമ്മനി തന്നെ $33 ബില്യൺ നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ടോ. കൂടാതെ ജർമ്മനി കൈവശപ്പെടുത്തിയ ഫ്രാൻസിൻ്റെ പ്രദേശമായ അൾസൈസ് ലോറൻ പ്രദേശങ്ങൾ ഫ്രാൻസിന് തന്നെ തിരിച്ചു നൽകണമെന്ന വ്യവസ്ഥയും അടങ്ങിയതാണ് ഏത് പേരിലറിയപ്പെട്ടത്? വേഴ്സ ഉടമ്പടി എന്നറിയപ്പെട്ടത് കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്, നമുക്ക് എല്ലാ ഉടമ്പടികളൊന്നും വേണ്ട. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് വാട്ട് വേർ ദ ഫീച്ചേഴ്സ് ഓഫ് നാസിസം. മക്കളെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വേർ ദ ഫീച്ചേഴ്സ് ഓഫ് നാസിസം? ഹൗ ഡിഡ് ഹിറ്റ്ലർ ട്രൈ ടു അച്ചീവ് ഹിസ് എയിം? നാസിസത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? എപ്രകാരമാണ് ഹിറ്റ്ലർ തൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തത്? അപ്പം നാസിസം, ഫാസിസം നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ച ഒരു 2 ഭരണകൂടങ്ങളാണ് ഏത്? ഫാസിസം എന്നും നാസിസം എന്നും അറിയപ്പെട്ടത് അല്ലേ. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് നോക്കാം ഫീച്ചേഴ്സ് കേട്ടോ. അപ്പോൾ ഫാസിസത്തിൻ്റെ ഏറ്റവും ഭീകരമായ മറ്റൊരു സവിശേഷത മറ്റൊരു രൂപമായിരുന്നു യുദ്ധാനന്തര ജർമ്മനിയിലെ നാസിസം. അപ്പോൾ ജർമ്മനിയിൽ വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ് ഏത്? നാസി പ്രസ്ഥാനം എന്നറിയപ്പെട്ടത്. ആധുനിക മനുഷ്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും ക്രൂരമായ ശത്രുവായിരുന്നു നാസിസം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി തീർന്നതോ ഏതായിരുന്നു? ഈ നാസി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ തുടർന്ന് എന്ത് ചെയ്തു? അപ്പോൾ നാസി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ നാസിസം ജർമ്മനിയിൽ കൊണ്ടുവന്നത് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു കേട്ടോ.
അപ്പോൾ എന്താണ് ഇതിന് കാരണം നോക്കുക. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ ഇങ്ങനെയൊരു പ്രസ്ഥാനം കൊണ്ടുവരാനുണ്ടായ കാരണം വേഴ്സാ ഉടമ്പടി അടിച്ചേൽപ്പിച്ച അപമാനകരമായ വ്യവസ്ഥകളാണ് എന്തിന് കാരണമായത്? നാസിസത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത് കേട്ടോ. അപ്പോൾ ജർമ്മനിയിലാണ് നാസിസം വളർന്നു വന്നത്. 2 അഡോൾഫ് ഹിറ്റ്ലറാണ് ജർമ്മനി നാസി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. കൂടാതെ വേഴ്സാ ഉടമ്പടി അടിച്ചേൽപ്പിച്ച അപമാനകരമായ വ്യവസ്ഥകളാണ് എന്തിലേക്ക് വഴിവെച്ചത്? നാസി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലേക്ക് വഴിവെച്ചത് കേട്ടോ. അങ്ങനെ തുടർന്ന് എന്ത് ചെയ്തു എന്നറിയോ? നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാസി പാർട്ടിക്ക് 1921 അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു രൂപം കൊടുത്തത്. അപ്പോൾ നാസി പ്രസ്ഥാനത്തിൻ്റെ പൂർണ്ണ രൂപമാണ് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്നത് കേട്ടോ. അപ്പോൾ ഈ പാർട്ടിക്ക് രൂപം നൽകിയത് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. അപ്പോൾ ഇറ്റലിയിലെ മുസോളിനിയെ പോലെ 1-ാം ലോക മഹായുദ്ധത്തിൽ ഒരു സൈനികനായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ 1923 റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിനെതിരെ നടത്തിയ വിപ്ലവ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് 1 വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഹിറ്റ്ലർ എന്ത് പേരിലുള്ള പാർട്ടിക്ക് നേതൃത്വം നൽകിയത്? നാസി പാർട്ടിക്ക് കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയത്. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നത് നാസി പാർട്ടിയുടെ സൈന്യമാണ് റെഡ് ഷർട്ട് അല്ലെങ്കിൽ തവിട്ടുകുപ്പായക്കാർ ബ്രൗൺ ഷർട്ട് അല്ലെങ്കിൽ തവിട്ടുകുപ്പായക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത് കേട്ടോ. അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്തു? കൂട്ടമായി നാസി പാർട്ടിയിൽ ചേരുകയോ വൻകിട വ്യവസായങ്ങൾ ദേശസൽക്കരിക്കുമെന്നോ തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുമെന്നോ നികുതി ഭാരം ലഘൂകരിക്കുമെന്നോ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുമെന്നോ നാസികൾ ആർക്ക് വാക്ക് നൽകി? ജർമ്മനിക്ക് വാക്ക് നൽകുകയും ചെയ്തു കേട്ടോ. എന്നാൽ നാസി പാർട്ടിയുടെ ക്രൂരമായ അല്ലെങ്കിൽ നാസിസത്തിൻ്റെ ക്രൂരമായ പ്രവർത്തനങ്ങൾ എന്തിന് കാരണമായി? 2-ാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെക്കുകയോ തുടർന്ന് എന്ത് ചെയ്തു? നാസി പാർട്ടി അഥവാ ജർമ്മനിയുടെ കീഴടങ്ങലോടുകൂടി നാസി പാർട്ടി അവസാനിക്കുകയോ അഡോൾഫ് ഹിറ്റ്ലർ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു. ഇതാണ് നാസി പാർട്ടിയുടെ ഫീച്ചേഴ്സ് പറയാനുള്ളത് കേട്ടോ. ഇനി 3-ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഗ്രോത്ത് ഓഫ് എ മിലിറ്ററി ഫാസിസം ഇൻ ജപ്പാൻ. അപ്പോൾ നോക്കുക, അനലൈസ് ദ ഗ്രോത്ത് ഓഫ് മിലിറ്ററി ഫാസിസം ഇൻ ജപ്പാൻ. ജപ്പാനിലെ മിലിറ്ററി ഫാസിസത്തിൻ്റെ വളർച്ച വിശകലനം ചെയ്യുക. അപ്പോൾ കോളനിവൽക്കരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്നിരുന്ന ഒരു ഏഷ്യൻ രാജ്യമായിരുന്നു ജപ്പാൻ. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ജപ്പാൻ ചൈനയുമായി യുദ്ധം ചെയ്ത് ചൈനയെ പരാജയപ്പെടുത്തി. 1905 മഞ്ചൂറിയയും ജപ്പാൻ കൈക്കലാക്കി. 1-ാം ലോക മഹായുദ്ധം ജർമ്മനി കൈയടക്കി വെച്ചിരുന്ന പലതും കൈയടക്കാൻ ജപ്പാൻ അവസരം നൽകി. ഈ കാലഘട്ടത്തിൽ ജപ്പാൻ സൈന്യം ഒരു പ്രധാന ശക്തിയായി മാറിയിരുന്നു. ഇത് ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുകയോ ദേശീയതക്കും സാമ്രാജ്യത്വ വിപുലീകരണത്തിനും പ്രാധാന്യം നൽകുകയും ചെയ്തു. 50 വർഷത്തിനുള്ളിൽ ജപ്പാൻ സമാധാനപരമായ ഒരു രാജ്യമെന്ന അവസ്ഥയിൽ നിന്ന് മാറി അക്രമ രാഷ്ട്രീയമാവുകയും ചെയ്തു കേട്ടോ. ഇതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു ഭാഗമല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ ടീച്ചർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തെ ഈ ചാപ്റ്ററത്തെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മാർക്ക് ചെയ്തിടുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ സെക്കൻഡ് വേൾഡ് വാർ ബിക്കം ഗ്ലോബൽ. എപ്രകാരമാണ് 2-ാം ലോക മഹായുദ്ധം ഒരു ആഗോള യുദ്ധമായി മാറിയത് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നമുക്ക് 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രതീക്ഷിച്ചതുപോലെ ലോകത്തിൽ സമാധാനമോ ജനാധിപത്യമോ പുലർന്നില്ല. 1939 അവിടേക്ക് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 39 സെപ്റ്റംബറിൽ കൂടുതൽ ഭീകരമായ മറ്റൊരു യുദ്ധത്തിലാണ് ഇത് പര്യവസാനിച്ചത്. സാങ്കേതിക വിദ്യയെ അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തിയ 2-ാം ലോക മഹായുദ്ധം 1-ാം ലോക മഹായുദ്ധത്തേക്കാൾ വിനാശകരമായിരുന്നു. ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച യുദ്ധമായിട്ടാണ് ഏതറിയപ്പെട്ടത്? ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ അറിയപ്പെട്ടത്. മക്കളെ, ഇത് നിങ്ങൾക്കൊരു സെമിനാർ മോഡലൊക്കെ എഴുതാനായിട്ടാണ് വരിക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, ദ കോസസ് ഓഫ് വാർ, യുദ്ധത്തിൻ്റെ കാരണങ്ങൾ. ഫസ്റ്റ് വൺ, വേഴ്സാ ട്രീറ്റി അഥവാ വേഴ്സാ ഉടമ്പടി. ടീച്ചർ പറഞ്ഞില്ലേ വേഴ്സാ ഉടമ്പടി എന്താണ്? അത് ജർമ്മനിക്ക് മേലെ അടിച്ചേൽപ്പിച്ച സന്ധിയാണ്. അപ്പോൾ മക്കൾ അതേപോലെ തന്നെ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഇനി വേഴ്സാ ഉടമ്പടിയിലെ പ്രത്യേകതകൾ എഴുതി വെച്ചാൽ മതി. ഇനി 2-ാമത്തെ കാരണം അപ്പോൾ ഫസ്റ്റ് പോയിൻ്റാണ് ഇത് വേഴ്സാ ട്രീറ്റി, അത് എഴുതുക. സെക്കൻഡ് വൺ, സാമ്രാജ്യത്തെ കിടമത്സരങ്ങൾ കേട്ടോ. സാമ്രാജ്യത്തെ രാജ്യങ്ങൾക്കിടയിലെ കിടമത്സരങ്ങളും യുദ്ധത്തിനോ കാരണമായി തീർന്നു. സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചെറിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ ദുർബലമായ രാജ്യങ്ങളുടെ മേൽ കഴിവുള്ള രാജ്യങ്ങളെ അധികാരം കൈയടക്കുക അല്ലെങ്കിൽ അധികാരം നിലനിർത്തുക കേട്ടോ. ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, ഹോളണ്ട് തുടങ്ങിയ സാമ്രാജ്യത്വ ശക്തികളാണ് ലോകത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും കമ്പോളങ്ങളെയും കൈവശം വെച്ചിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളാണ് ഇതൊക്കെ? ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, ഹോളണ്ട്.
എന്നാൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ആ രാജ്യങ്ങൾ എങ്ങനെയായിരുന്നു? എന്നീ രാഷ്ട്രങ്ങൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ അസമത്വമാണ് എന്തിന് കാരണമായത്? രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. തേർഡ് വൺ, 1929 സാമ്പത്തിക മാന്ദ്യം അഥവാ ഇക്കണോമിക് ഡിപ്രഷൻ ഓഫ് 1929. 1929-32 കാലഘട്ടത്തെ സാമ്പത്തിക തകർച്ചയാണ് യുദ്ധത്തിന് മറ്റൊരു പ്രധാന കാരണം. അമേരിക്കയിലെയും ഏറ്റവും കൂടുതൽ ഈ മാന്ദ്യം അഥവാ ഇക്കണോമിക് ഡിപ്രഷൻ ബാധിച്ചത് അമേരിക്കയിലാണ് കേട്ടോ. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുകയും ഉൽപാദനവും സമ്പദ് വ്യവസ്ഥയും തകരുകയും ചെയ്തു. വിദേശ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചോ കറൻസിയെ നിയന്ത്രിച്ചും തങ്ങളുടെ ആഭ്യന്തര വിപണികളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഓരോ രാജ്യവും ആരംഭിച്ചു. ഇതെന്തിന് കാരണമായി? രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി. ഇനി 4 പറയുന്ന ലീഗ് ഓഫ് നേഷൻ. അപ്പോൾ ലീഗ് ഓഫ് നേഷൻ മക്കളെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ലോക നേതാക്കന്മാർ തമ്മിൽ ഒപ്പുവെച്ച അല്ലെങ്കിൽ ലോക നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ രൂപം കണ്ട ഒരു സംഘടനയായിരുന്നു ലീഗ് ഓഫ് നേഷൻ എന്നറിയപ്പെട്ടത് കേട്ടോ. എന്നാൽ ഈ ലീഗ് ഓഫ് നേഷനെ രണ്ടാം ലോക മഹായുദ്ധം തടയുന്നതിന് കാര്യമായ പ്രവർത്തനം നടപ്പാക്കാൻ കഴിയാത്തതും എന്തിന് കാരണമായി? രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി. അപ്പോൾ ലീഗ് ഓഫ് നേഷൻ്റെ പരാജയമായിരുന്നു യുദ്ധത്തിൻ്റെ സുപ്രധാനമായ മറ്റൊരു കാരണം. സമാധാനവും സുരക്ഷിതത്വവും പാലിക്കാനോ തർക്കങ്ങളും സംഘർഷങ്ങളും രമ്യമായി പരിഹരിക്കാനോ ലീഗിനു കഴിഞ്ഞില്ല. നിരായുധീകരണം കൊണ്ടുവരാനുള്ള അതിൻ്റെ ശ്രമവും പരാജയപ്പെട്ടു എന്നതും എന്തിന് കാരണമായി? രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായി. ഇനി 5ാമത്തെ പോയിൻ്റാണ് പ്രീണന നയം കേട്ടോ. അപ്പം എന്താണ് ഈ പ്രീണന നയം എന്ന് പറഞ്ഞാൽ? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പിന്തുടർന്നു പോന്ന നയമായിരുന്നു പ്രീണന നയം. ആനുകൂല്യങ്ങൾ നൽകിയും അതുപോലെ തന്നെ വിട്ടുവീഴ്ചകൾ ചെയ്തും എന്ത് ചെയ്തു? അവരെ നിരവധി രാജ്യങ്ങളെ അവരോടൊപ്പം ചേർത്തു കേട്ടോ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട്? അഥവാ അവർക്ക് കോളനികളും അതുപോലെ തന്നെ കമ്പോളങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രീണന നയത്തിൻ്റെ വക്താവ് എന്നറിയപ്പെട്ടത് തന്നെ സോവിയറ്റ് വിരോധത്തിൻ്റെ ഭാഗമായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രിട്ടന് അമേരിക്കക്കും സോവിയറ്റ് റഷ്യയോടുള്ള വിരോധമാണ് എന്തിന് കാരണമായത്? ഈ പ്രീണന നയം അനുവർത്തിക്കുന്നതിന് കാരണമായത്. ഇനി 6 ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും വളർച്ച. ടീച്ചർ പറഞ്ഞല്ലോ, അക്രമാസക്തമായ ഒരു രീതിയാണ് ആർക്കുണ്ടായിരുന്നത്? ഫാസിസത്തിനും നാസിസത്തിനും ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇമ്മീഡിയറ്റ് കോസസ് അഥവാ പെട്ടെന്നുണ്ടായ കാരണം പറയാണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? അപ്പോൾ പോളണ്ടിനെ ആക്രമിക്കുക കേട്ടോ. അപ്പോൾ പോളണ്ടിനെ ജർമ്മനി ആക്രമിച്ചതോടുകൂടിയാണ് എന്തുണ്ടായത്? രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് കേട്ടോ. അങ്ങനെ പോളണ്ടിന് സഹായം നൽകാമെന്ന് ബ്രിട്ടനും ഫ്രാൻസും വാഗ്ദാനം ചെയ്യുകയും എന്നാൽ പോളണ്ട് ആക്രമണത്തിന് അഥവാ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. അപ്പോൾ പോളണ്ട് 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതാണ് എന്തിന് കാരണമായത്? രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത് കേട്ടോ. അപ്പോൾ ഈ യുദ്ധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സൈനിക സഖ്യങ്ങളുടെ രൂപീകരണമായിരുന്നു. അപ്പോൾ 2 സൈനിക സഖ്യങ്ങളാണ് രൂപം കൊണ്ടത്. ഒന്ന് അച്ചുതണ്ട് ശക്തികളും അതുപോലെ തന്നെ സഖ്യശക്തികളും. അപ്പോൾ അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെട്ടത് ആരൊക്കെയാണ്? ഇറ്റലി, ജപ്പാൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളോ. എന്നാൽ സഖ്യശക്തികൾ എന്നറിയപ്പെട്ടത് ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, സോവിയറ്റ് യൂണിയൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളുമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ 1939 സെപ്റ്റംബർ 1 ആരംഭിച്ച യുദ്ധം അവസാനിച്ചത് 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ജപ്പാനിൻ്റെ ഹിരോഷിമയിലും അതുപോലെ തന്നെ ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും ആറ്റം ബോംബ് അല്ലെങ്കിൽ അണുബോംബ് അമേരിക്ക വർഷിച്ചതോട് കൂടിയായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ അപ്പോൾ ലാസ്റ്റ് പോയിൻ്റായിട്ട് അങ്ങനെ എഴുതണം. റിസൾട്ട് ഓഫ് ദ വാർ, വിപ്ലവത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഫലങ്ങൾ. അപ്പോൾ എന്തൊക്കെ നോക്കാം? മരണവും നാശനഷ്ടങ്ങളും, അഭയാർത്ഥി പ്രവാഹ, വൻ ശക്തികളുടെ പതനം, അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ഉയർച്ച, അപകോളനീകരണവും 3ാം ലോകവും, പിന്നെ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തകർച്ച, ശീതസമരത്തിൻ്റെ വളർച്ച, അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണം എന്നിവയാണ് ഇതിന് കാരണമായത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ലോകത്ത് നടപ്പാക്കപ്പെട്ടത്. ഇനി നെക്സ്റ്റ് വൺ ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ടീച്ചർ പറഞ്ഞതാണ് ഫാസിസം എന്താണെന്ന് പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്നുകൂടി ഫാസിസത്തിൻ്റെ തത്വങ്ങളാണ് ഞാൻ പറഞ്ഞത്. എക്സ്പ്ലെയിൻ ഫാസിസം കേട്ടോ. അപ്പോൾ ഫാസിസം വിശദീകരിക്കും. ആരാണ് ഫാസിസം രൂപീകരിച്ചത്? ജർമ്മൻ നേതാവായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഫാസിസത്തിൻ്റെ പ്രത്യേകത നോക്കുക. 1 പ്രത്യേകത മീൻസ് തത്വങ്ങൾ എന്തൊക്കെയെന്നാണ് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഫാസിസം ജനാധിപത്യ വിരുദ്ധമായിരുന്നു. 2 ഫാസിസം സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും എതിരായിരുന്നു. 3 ഫാസിസം യുക്തിവാദത്തെ നിരാകരിച്ചു. 4 രാഷ്ട്രത്തെ മഹത്വൽക്കരിച്ചു. 5 കരകളഞ്ഞ സ്വേച്ഛാധിപത്യമാണ് അതിൻ്റെ മുഖമുദ്ര. 6 ഫാസിസം സമാധാന വിരുദ്ധമായിരുന്നു. യുദ്ധത്തെ അത് മഹത്വൽക്കരിച്ചു കേട്ടോ. അപ്പോൾ യുദ്ധത്തെ മഹത്വൽക്കരിക്കുന്നതിനോ അതുപോലെ തന്നെ സർവ്വസ്വേച്ഛാധിപത്യത്തിനും കൂടാതെ രാഷ്ട്രത്തെ മഹത്വൽക്കരിക്കുന്നതിനും പ്രാധാന്യം നൽകിയ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമായിരുന്നു ഫാസി പ്രസ്ഥാനം എന്നറിയപ്പെട്ടത്. അപ്പോൾ മക്കളെ, ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ എടുക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ പറയാനുള്ളത് ദ കോൾഡ് വാർ ഇറ ആൻഡ് ഇറ്റ്സ് പൊളിറ്റിക്സ്, ശീതസമരവും അതിൻ്റെ രാഷ്ട്രീയവും കേട്ടോ. ആ ചാപ്റ്റർ വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ്.